കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കോടതിയിൽ നിന്ന് ജഡ്ജി ആ കാര്യം പറയാണ്. 17-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചത്. ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ ലക്ഷ്മി അമ്മ കിരണും കല്യാണിയും എല്ലാരും കൂടെ പുറത്തേക്ക് വരുവാണ്. ആകെപ്പാടെ തകർന്ന മനസ്സോട് കൂട്ടാണ് പിന്നീട് ആ വിക്രമും പ്രകാശനും പുറത്തു വരുന്നത്. ആ സമയത്ത് പ്രകാശന്റെ വക്കീല് വന്നിട്ട് പറഞ്ഞു, എന്തു പരിപാടിയാണോ ഈ കണ്ടത്? താനല്ലേ പറഞ്ഞ ലക്ഷ്മി കോടതി വരുമായിരുന്നു, എന്നിട്ട് അവർ ജീവനോടെ വന്നത് കണ്ടോ? മനുഷ്യനെ വെറുതെ നാണം കെടുത്താനായിട്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താൻ പോയി ജയിലിൽ കിടക്കുമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി പ്രകാശനും വിക്രത്തിനും. പിന്നീട് അവരുടെ പ്രകാശന്റെ വക്കീല് ലക്ഷ്മിയമ്മനെ ഒന്ന് നോക്കി പതുക്കെ പുഞ്ചിരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. ഈ സമയത്ത് ലക്ഷ്മിയമ്മയും കാർത്തികയും കിരണും ഒക്കെ പുറത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വിക്രമും പ്രകാശനും അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പ്രകാശനെ വിക്രത്തിനെ കണ്ടുകൊണ്ട് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വരുവാണ്. നീ എന്താടാ വിചാരിച്ചേ? ഞാൻ മരിച്ചു പോയെന്നോ? കുറച്ച് പൈസ കൊടുത്ത് കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് തീർന്നു പോകുന്ന നീ വിചാരിച്ചോ? എടാ, അതുപോലെയുള്ള ഒരു 10 കൊട്ടേഷൻ സംഘത്തെ ഈ നിമിഷം ഒറ്റ വിരൽ ഞൊടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഈ നിമിഷം ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെയാണോടാ നീ കൊണ്ടുവന്ന് ഒരുത്തന് അവരൊന്നും പോരാ എന്നെ ഇല്ലാതാക്കാനെന്ന് പറയാണ്. ഇത് കേട്ടതും ഒന്നും മിണ്ടാത്തൊരവസ്ഥയില് പ്രകാശൻ നിൽക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്കുള്ള വിധി ഞാൻ തന്നെ എഴുതി കഴിഞ്ഞു. നിന്റെ ഇനിയിപ്പം ബാക്കിയുള്ളവരുണ്ടല്ലോ, നിന്റെ തള്ള, അവരോട് പോയി പറഞ്ഞേരെ നിന്നെ വന്ന് ജയിലിൽ കാണാനായിട്ട്. ഇനി 17-ാം തീയതി ആ വിധി ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. നിനക്കുള്ള വിധി ഇപ്പോഴേ കുറിച്ച് കഴിഞ്ഞെന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ നേരെ കിരണ്ടൻ കല്യാണിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ പോട്ടെ എന്ന് പറയണ. ശരിയെന്ന് പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയി. ഈ സമയം കിരണ്ടും കല്യാണിയും കൂടെ നേരെ പ്രകാശന്റെയും വിക്രത്തിന്റെ അടുത്തേക്ക് വരുവാണ്. വിക്രം പറഞ്ഞു, ഓഹോ, അപ്പൊ നിങ്ങളായിരുന്നില്ല ഇതിന്റെ പിന്നില്? അപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയായിരുന്നല്ലേ എന്ന് ചോദിക്കാം. കിരൺ പറഞ്ഞു, അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു പറയണം. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ മാറ്റിയേക്കുമായിരുന്നല്ലേ? അതെ, ഞങ്ങളൊന്ന് മാറ്റി തന്നെ വെച്ചേക്കുമായിരുന്നു. നിനക്ക് എന്തേലും നഷ്ടം ഉണ്ടായിരുന്നു ചോദിക്കും. അല്ല, ഇവിടെ ചിലരൊക്കെ പറഞ്ഞായിരുന്നല്ലോ പകുതി മീശ പഠിക്കുന്നോ എന്തൊക്കെയോ. കാരണം മഹാലക്ഷ്മിയായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ, കാർത്തികയുടെ അമ്മയായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ പകുതി മീശ പഠിക്കുമെന്ന്. എന്നിട്ടിപ്പൊ എങ്ങനെയായി കാര്യങ്ങളെന്ന് ചോദിക്കുക. ഇത് സമയം പ്രകാശം പറഞ്ഞു, കല്യാണം നടക്കൂടി, എന്റെ കല്യാണം നടക്കും. ജയിലിൽ നിന്ന് ഞാന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ശരി, ഞാന് കാർത്തിക മോളുടെ അമ്മേനെ കെട്ടിയിരിക്കുമെന്ന് പറയണം. അത് ഇല്ല, കെട്ടില്ല എന്നുള്ള നിങ്ങൾക്കൊരു വിചാരം ഉണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, കെട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണം. കണ്ടോ, 17-ാം തീയതി ജയിലിലേക്ക് പോകുന്നേ ആ കാഴ്ച കണ്ടാൽ ഞങ്ങളും കൂടി വരുമെന്ന് പറയാ. വിക്രം പറഞ്ഞു, നീയൊന്നും അങ്ങനെ സൂഹിക്കണ്ടാ, നിനക്കിട്ടുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് പറയാ. നീയൊക്കെ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഇനി ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് കിരണും കല്യാണിയും അങ്ങോട്ട് പോവാണ്. പ്രകാശനും വിക്രം ആകെപ്പാടെ തകർന്നു പോയി. ആ സമയത്ത് ഭാനുമതി മുത്തശ്ശി നേരെ കാർത്തികയുടെ അടുത്തേക്ക് വരുവാണ്. കാർത്തികയോട് പറഞ്ഞു, മോളെ വല്ല വിവരം അറിഞ്ഞോന്ന് ചോദിക്കുവാണ്. കോടതിയിലേ ഒന്നും അറിഞ്ഞില്ലെന്ന് പറയാ. പക്ഷെ കാർത്തിക് കാര്യങ്ങളൊക്കെ അറിയാലോ. മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ പ്രകാശനെ മോളുടെ അമ്മയുടെ കല്യാണം നടത്തണം. ഇന്നത്തോടുകൂടി എല്ലാ ബാധകളും ഒഴിവായി എന്ന് പറയാണ്. അല്ല, മുത്തശ്ശി എന്താ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? എനിക്കറിയാം മോളെ, ആ ലക്ഷ്മി വരാനൊന്നും പോകുന്നില്ല, അവൾ ഇത്തിരി ഊട് കേസാന്ന് പറയണം, അതുകൊണ്ട് വരത്തില്ലെന്ന് പറയണം. ഓ അങ്ങനെയല്ലേ എന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് വിക്രം വരുന്നത്. ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, എന്തായാലും മോനെ കാര്യങ്ങൾ കോടതിയില് ചതിച്ചു ഉമ്മയെന്ന് പറയണം. ചതിച്ചോ? എന്ത് ചതി? അവര് ആ സ്ത്രീ വന്നെന്ന് പറയണേ. ലക്ഷ്മി വന്നെന്നോ? അതെങ്ങനെ സംഭവിച്ചില്ല മോനെന്ന് ചോദിക്കണം. എല്ലാ കിരണ്ടം കല്യാണം പണിയാ മുത്തശ്ശി എന്ന് പറയണം. അയ്യോടെ മോനെ, എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇനി അച്ഛനെ ജയിലിൽ പോയി കാണേണ്ട വരുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം. ദൈവമേ, ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നേ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭാനുമതി മുത്തശ്ശി നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. കാർത്തികയ്ക്ക് സന്തോഷമായി. കാർത്തി പറഞ്ഞു, എന്താ വിക്രയി കേൾക്കണേ? നിങ്ങളല്ലേ പറഞ്ഞത് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന്. ഞാൻ ഇനി അമ്മയോട് എന്തു പറയും? അമ്മയാണ് ആകെപ്പാടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇത് കേട്ടത് വിക്രം പറഞ്ഞു, എന്തേലും ഒരു കാര്യം പറഞ്ഞ് ചേച്ചി ഒന്ന് തടിയൂര്. അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയാം. എനിക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? നിങ്ങളുടെ വാക്ക് കേട്ട എന്നെ വേണം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം അഭിനയിച്ച് അങ്ങോട്ടേക്ക് കാർത്തിക ഇറങ്ങി പോവാണ്. ഈ സമയം വിക്രത്തിന്റെ അടുത്തൊന്ന് ഭാനുമതി മുത്തശ്ശി ചോദിച്ചു, എടാ മോനെ, അവള് ചത്തില്ലേന്ന് ചോദിക്കാം. എവിടെന്ന്? ചത്തൊന്നും ഇല്ല സ്ത്രീ എന്ന് പറയണം. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ എന്റെ മുത്തശ്ശി? 17-ാം തീയതി വിധി വരും, അച്ഛൻ ജയിലിലേക്ക് പോകുമെന്ന് പറയണം. അങ്ങനെയാണ് കല്യാണം മുടങ്ങില്ലേ? കല്യാണം മുടങ്ങും, അതിനെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അന്നേരം നിന്റെ അച്ഛൻ എന്തിയെ? അച്ഛൻ ആ രാജപ്പണ്ണനെ കാണാനായിട്ട് പോയിട്ടുണ്ടെന്ന് പറയണം എന്നും പറഞ്ഞ് വിക്രം അകത്തേക്ക് കയറിപ്പോയി. എന്റെ ദേവി, ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഭാനുമതി മുത്തശ്ശി നിൽക്കുക. ആ സമയം പ്രകാശൻ രാജപ്പണ്ണന്റെ അടുത്ത് നിൽക്കുക. രാജപ്പണ്ണോട് പറഞ്ഞു, എങ്ങനെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല,
അവള് കോടതിയിലേക്ക് വന്ന് പറയണം, എടാ പ്രകാശ, നമുക്കാ തെറ്റി പറ്റിപ്പോയത്. ലക്ഷ്മിയുടെ ബോഡി കിട്ടിയിട്ട് മതിയായിരുന്നു പൈസ കൊടുക്കുന്നത്, എന്നിട്ടിപ്പോ എന്തായി തീർന്നു? അവൻ ചതിച്ചിട്ട് പോയില്ലേന്ന് ചോദിക്കുക. എടാ അങ്ങനെ ചതിക്കുന്നവനല്ല അവന്. പക്ഷെ എനിക്ക് തോന്നേ ആ ലക്ഷ്മി അവനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണും. അങ്ങനെയല്ലാതെ ഒരു പക്ഷേങ്കില് ലക്ഷ്മിനെ അവന് വെറുതെ വിടത്തില്ല. അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. അതൊന്നും അല്ല രാജപ്പണ്ണ, നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ പൈസ അവന് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നവരേ. അങ്ങനെയൊന്നുമില്ല, പൈസക്കകത്ത് വീഴുന്നവനല്ല മുത്തു എന്ന് പറയണം. നിങ്ങളിത് വിചാരിച്ചോണ്ടിരുന്നോളം പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേ ഈ പൈസ ഞാൻ തരാൻ പോകുന്നില്ല കേട്ടോ എന്ന് പറയണം. അതെന്ത് വർത്താനാ പ്രകാശ പറയുന്നേ? പിന്നല്ലാതെ നിങ്ങൾ കാരണമല്ലേ ഇപ്പൊ ഈ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നേ. അതായത് പ്രയോജനം ഉണ്ടോ? അതില്ല താനും. എന്നാലും കുഴപ്പമില്ല, നീ തന്നില്ലെങ്കിൽ എന്റെ ബാക്കി പൈസ എനിക്ക് തരണം. 1-2 ലക്ഷം അല്ല, 22 ലക്ഷം രൂപ വായ്പ മേടിച്ചെന്ന് പറയണം. അതൊക്കെ ഞാൻ തരാണ. ഇപ്പൊ എനിക്ക് പേടി അതല്ല, 17-ാം തീയതി വിധി വരുമ്പോൾ ഞാൻ ജയിലിലേക്ക് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരുന്ന ലക്ഷ്മിയുടെ കല്യാണം. ദൈവം അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവെന്ന് പറയാ. ഇതേ പ്രകാശ, അങ്ങനെ എങ്ങാനും കല്യാണം മുടങ്ങിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പം നിനക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കരുത്. അതുകൊണ്ട് പൈസ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തരാൻ പറ്റണമെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റെണ്ണ. ജയിലിൽ നിന്ന് ഞാൻ പരോളിന് ഇറങ്ങിയിട്ടാണെങ്കിലും ഞാൻ ഉറപ്പായിട്ടും കാർത്തിയുടെ അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇതേ പിന്നെ കാർത്തിമോളുണ്ടല്ലോ എന്നെ രക്ഷപ്പെടുത്താനായിട്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, അവൾ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയണം. എന്റെ പ്രകാശ, നിന്റെ ഈ പറച്ചില് മാത്രമല്ലേ ഉള്ളൂ, വല്ലതും നടക്കുമെന്ന് ചോദിക്കാം. നടക്കുന്നേ, എന്തിനാ പേടിക്കണെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയം ഉച്ച സമയത്തായ സരിവും നല്ല ഉറക്കുക. അപ്പൊ കുഞ്ഞും കൺമണിയും നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ശാരി അങ്ങോട്ടേക്ക് വരുന്നത്. ശാരി നോക്കും നല്ല ഉറക്കുക. ഉച്ചയ്ക്ക് ഒരു 2 മണി സമയത്ത് ഇവൾ ഇങ്ങനെ ഉറങ്ങുന്ന കാരണം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കിടന്നുറങ്ങും. ഇനി 2-3 മണിക്കൂർ കഴിയാതെ സരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കത്തില്ല. ഈ സമയം തന്നെ പറ്റിയ സമയം. കുറച്ചേരം അവിടെ നോക്കി നിന്നിട്ട് പതുക്കെ കുഞ്ഞിനെ എടുക്കണം. കുഞ്ഞിനെ എടുത്തോണ്ട് നേരെ ഹാളിലേക്ക് വന്നു. ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് പുറത്തുനിന്നൊരു യാചകൻ എന്നവണ്ണം ഒരാൾ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൺമണിനെ അവന് കൈമാറുവാണ്. ഇതേ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, കുഞ്ഞ് ഉണർന്ന് കരയാൻ നോക്കണം എന്ന് പറയണം. പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയായിക്കോളാൻ പറയണം. അതൊക്കെ ഞാൻ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ചായയുടെ നെഞ്ചിനകത്തൊരു പടവട എടുപ്പാ. ദൈവമേ, സരിവെങ്ങാനും ഇപ്പൊ എഴുന്നേറ്റ് വന്നാൽ തീർന്നു എന്റെ ഭഗവാനെ എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് അയാൾ കുഞ്ഞിനെ കൊണ്ട് നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴിക്കൊരു കാർ വന്ന് അയാളുടെ അടുത്തേക്കോ. അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആ സമയത്ത് രാഹുലായിരുന്നു കാറിനകത്ത്. രാഹുലിനെ കണ്ടത് അയാൾക്ക് സന്തോഷമായി. എടാ പറഞ്ഞു നോക്കി ഓർമ്മയുണ്ടല്ലോ, ഉണ്ട്, എത്രയും പെട്ടെന്ന് ഈ സ്റ്റേറ്റ് കിടക്കണമെന്ന് പറയാം. അയ്യോ ഇന്ന് പറ്റത്തില്ല സാറേ, 2 ദിവസം കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ പറയണം. അതെന്താടാ? അതെ, കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് ഏൽപ്പിക്കണ്ടെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം നീ ഇനിയിപ്പം ബിസിനസ് നടത്താൻ പോകുന്ന കുഞ്ഞിനെ വെച്ച് തൽക്കാലത്തേക്ക് ഈ പൈസ പിടിച്ചോ, എന്നാലും കുറച്ച് പൈസ പിടിച്ചോളാം പറഞ്ഞ് കുറച്ച് പൈസയും കൂടെ കൊടുക്കുവാണ്. എടാ കുഞ്ഞിന്റെ കാര്യത്തിൽ അതൊക്കെ ഞാൻ ഏറ്റു. ഇത് എന്റെ ഭാര്യയുടെ കയ്യിലേക്കൊന്നും കൊണ്ടേ കൊടുത്താൽ മതി, അവള് പൊന്നു പോലെ നോക്കിയോളും. പിന്നെ ബാക്കി വേറെ കുട്ടികളും അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് സാർ ആ കാര്യത്തിൽ പേടിക്കണ്ട, ഒരു കുഴപ്പവും സംഭവിക്കില്ലെന്ന് പറയണം. പിന്നെ ആർക്കും പിടി കൊടുക്കാൻ നോക്കണം എന്ന് പറയാം. അതൊക്കെ ഏറ്റെന്ന് പറയാണ്. അങ്ങനെ അയാൾ കുഞ്ഞിനെ കൂടെ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് രാഹുൽ നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ശാരി ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. രാഹുലിനെ കണ്ട് ശാരി ചോദിച്ചു, എന്തായി കാര്യങ്ങള്? അവൻ കുഞ്ഞിനെ കൊണ്ട് പോയെന്ന് പറയാം. ദേ സാരി വാങ്ങാനും ഉണർന്നെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നീ എന്തേലും കള്ളത്തരം പറഞ്ഞോണം. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, അല്ലെങ്കിൽ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ കള്ളത്തരത്തിന്റെ ഒരു കൂടാ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിലും കൂടെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണെന്ന് പറയണം. പിന്നെ നീ പേടിക്കണ്ട ശാരി. എന്ത് പേടിക്കണ്ടെന്ന്? അയാളങ്ങനെ ഇങ്ങോട്ട് കയറി വരുന്ന ആരെങ്കിലും കണ്ടോ? CCTV അല്ലേ, CCTVയുടെ കാര്യത്തിൽ നീ പേടിക്കണ്ട. ആളുടെ ഇങ്ങോട്ട് CCTV ഇല്ലോ, അയാളുടെ ഇങ്ങോട്ട് കയറി വരുന്ന കുഞ്ഞിനെ കൊണ്ട് പോകുന്ന മാത്രമേ CCTVക്കകത്ത് കാണത്തുള്ളൂ. അല്ല നീ കുഞ്ഞിനെ കൈമാറുന്നൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല. നീ ഹാളി വെച്ചല്ലേ കുഞ്ഞിനെ കൊടുത്തേന്ന് വെക്കാം. അതെ ഹാളി വെച്ച, അതുകൊണ്ട് പിന്നെ നീ പേടിക്കണ്ടെന്ന് പറയും. എന്നാലും എന്തേലും നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ സരിവ് നമ്മളെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം. അവൾ ഒരു കാരണവശാലും ഇത് അറിയാതെ സൂക്ഷിക്കണമെന്ന് പറയണം. ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ശരി, നീ ഒരു കാര്യം ചെയ്യാം, ആ രൂപയുടെ നിന്ന് കുറച്ച് പൈസ വാങ്ങിയെടുക്കണം എങ്ങനെയെങ്കിലും. സ്വത്തുക്കളൊക്കെ നമ്മുടെ പേർക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴല്ലേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വെക്കാം. നിങ്ങൾ എന്താ മനുഷ്യ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപ വെറും വണ്ടിയാണോ? നിങ്ങളാ ശരിക്കും തിരുമണ്ടനം. അവരെ വിശ്വസിച്ച് ഇപ്പോഴും കഴിയുന്ന നിങ്ങളാന്ന് പറയാണ്. നീ എന്താടി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുക. ഞാനുള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ്. ഈ സമയം രാഹുൽ പറഞ്ഞതേ സരിയു എഴുന്നേറ്റ് വരാറായി. സരിയു അറിയാതെ നീ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങണമെന്ന് പറയാണ്. എന്തേലും പറഞ്ഞ് അവളുടെ മുന്നിൽ പിടിച്ചിരിക്കണമെന്ന് പറയാ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചി കൈ വെച്ച് ശാരി അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ
നിങ്ങളുടെ സപ്പോർട്ടിലായിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.